ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 11 വ്യാഴാഴ്ചയാണ്. ആദ്യം ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്ത്. US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഡാറ്റകൾക്ക് മുന്നോടിയായി ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോ മാർക്കറ്റുകൾക്ക് വലിയ ബൂസ്റ്റായി SEC ആദ്യ ബിറ്റ്കോയിൻ ETF-ന് US-ൽ അംഗീകാരം നൽകി. 2030 ഇന്ത്യ 30 ട്രില്യൺ എക്കോണമി ആകും എന്ന് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു. എല്ലാ വാർത്തയിലേക്കും വരാം. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. പ്രധാനപ്പെട്ട വാർത്തകളിൽ ആദ്യം വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റിൽ ധനമന്ത്രി പ്രസംഗിക്കുകയുണ്ടായി. ആ വാർത്തയിലേക്കാണ് ആദ്യം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2047 $30 ട്രില്യൺ എത്തും എന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. 2027-28 മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നും GDP 5 ട്രില്യൺ കവിയുമെന്നും പറയുന്നു. ഇതുകൂടാതെ ഗുജറാത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പറയുന്നത് ദേശീയ ശരാശരിയെ 10.4% താരതമ്യം ചെയ്യുമ്പോൾ 12% CAGR-ലാണ് ഗുജറാത്ത് വളരുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് ഇത് കാണുന്നത്. എന്തായാലും വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ സമ്മിറ്റ് ജനുവരി 10 മുതൽ 12 വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധാരാളം വിദേശ നിക്ഷേപങ്ങൾ വരുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല അപ്പോൾ ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യയെക്കുറിച്ച് ഒരു ഔട്ട്ലുക്ക് കൂടി പറയുമ്പോൾ നല്ല ഒരു വാർത്ത തന്നെയായിട്ട് ഇതിനെ എടുക്കാം. മറ്റൊരു വാർത്തയുള്ളത് സ്റ്റീൽ സെക്ടറിനെ സംബന്ധിച്ചാണ്. ഇന്ത്യയുടെ സ്റ്റീൽ ഉപഭോഗം ഉയരുക തന്നെയാണ്. എന്നാൽ വർദ്ധിച്ച ഇറക്കുമതി, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതി ഇന്ത്യൻ സ്റ്റീൽ വ്യവസായത്തിന് വെല്ലുവിളിയാണ്. ഡൊമസ്റ്റിക് സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിന്റെ മാർക്കറ്റ് ഷെയർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഉയർന്ന ഇറക്കുമതി നികുതി ആവശ്യപ്പെടാൻ സ്റ്റീൽ നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഇതിനോടുള്ള ഗവൺമെന്റിന്റെ റെസ്പോൺസ് കൂടി നമുക്ക് നോക്കാം. ഉൽപാദകരുടെ അഭ്യർത്ഥനകൾക്കിടയിലും ഇറക്കുമതി നികുതി ഉയർത്താൻ സ്റ്റീൽ മന്ത്രാലയത്തിന് നിലവിൽ പദ്ധതിയില്ല. സ്റ്റീലിന്റെ ശക്തമായ ഡിമാൻഡാണ് ഇതിന് കാരണം. പക്ഷേ ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതി അളവ് സർക്കാർ നിരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇമ്പോർട്ട് ടാക്സസ് വർദ്ധിപ്പിക്കുന്നതിന് ഭാവിയിൽ സർക്കാർ തീരുമാനമെടുക്കും. എന്നിരുന്നാലും ഡൊമസ്റ്റിക് സ്റ്റീൽ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന നടപടികൾ തന്നെയാണ് ഭാവിയിൽ സർക്കാർ ചെയ്യുക എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു വാർത്തയുള്ളത് ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ടതാണ്. വരാനിരിക്കുന്ന ബഡ്ജറ്റ് 2024 വെർച്വൽ ഡിജിറ്റൽ അസറ്റുകളുടെ നികുതി നിരക്കുകൾ കുറയ്ക്കണമെന്ന് ഇന്ത്യൻ ക്രിപ്റ്റോ കമ്പനികൾ ആവശ്യപ്പെടുന്നു. TDS നിരക്ക്, അതായത് ട്രാൻസാക്ഷൻ കോസ്റ്റ് 1% നിന്ന് 0.01% കുറയ്ക്കാനും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 30% കുറയ്ക്കാനും അവർ നിർദ്ദേശിക്കുന്നു. സുതാര്യത വർദ്ധിപ്പിക്കാനും നികുതി വെട്ടിപ്പ് തടയുന്നതിനുമായി ഓഫ്ഷോർ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം TDS ഉത്തരവിന് കീഴിൽ ഉൾപ്പെടുത്താൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ മാറ്റങ്ങൾ നിക്ഷേപ പങ്കാളിത്തവും വ്യവസായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുമെന്നാണ് കമ്പനികൾ വിശ്വസിക്കുന്നത്. ധാരാളം ആളുകൾ ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നികുതി കുറയ്ക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെയധികം ബെനിഫിറ്റ് ആയിരിക്കും അത്. ഇനി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നിഫ്റ്റിയിലേക്ക് 21,618 0.34% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഒരു വൊളറ്റൈൽ സെഷനായിരുന്നു ഇന്നലെ കാണാൻ കഴിഞ്ഞത്. 21,500 21,460 ഒരു വലിയ സപ്പോർട്ട് സോണായി മാറിക്കഴിഞ്ഞു. ഈ സപ്പോർട്ട് സോണിൽ വലിയ ബൈയിങ് ആണ് ഇന്നലെ കണ്ടത്. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററിൽ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ് കാണുന്നത്. നിഫ്റ്റിയിൽ അപ്സൈഡിൽ 21,730 മുതൽ 21,750 വരെയുള്ളത് ഒരു ക്രൂഷ്യൽ സോൺ തന്നെയാണ്. ഡൗൺ സൈഡിൽ 21,520 മുതൽ 21,500 വരെ ഒരു ക്രൂഷ്യൽ സോൺ ആവാനുള്ള സാധ്യതയുമുണ്ട്. അപ്സൈഡിൽ മറ്റൊരു ഹേർഡിലായി വരുന്നത് 21,834 എന്ന ഓൾ ടൈം ഹൈ ആണ്. അത് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 22,000 എന്ന ലെവലിലേക്ക് നിഫ്റ്റിക്ക് എത്താൻ സാധിക്കും. ഡേ ക്യാൻഡിൽ നോക്കാം. ബുള്ളിഷ് പേഴ്സിംഗ് ക്യാൻഡിൽ സ്റ്റിക്കിന് സമാനമായ ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. ബുള്ളിഷ് മൊമെന്റമാണ് ഇത് കാണിച്ചു തരുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 21,800 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,000-ലും അതിനുശേഷം 21,700-ലുമാണ്. പുട്ട് സൈഡിൽ 21,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,000-ലും അതിനുശേഷം 21,600-ലുമാണ്. അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 21,700 മുതൽ 21,800 വരെയുള്ള ഒരു സോണാണ്. ഡൗൺ സൈഡിൽ 21,500 മുതൽ 21,600 വരെ ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ടിനുള്ള സാധ്യതയുള്ള ഒരു സോണായിട്ടാണ് കാണുന്നത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,600-ൽ 49% വർധനവാണ് കോൾ സൈഡിലുള്ളത്. 143% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഇനി 21,550 എന്ന സ്ട്രൈക്കിൽ കോൾ സൈഡിൽ 19% ഇടിവാണ് കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിൽ നടക്കുന്നത്. പുട്ട് സൈഡിൽ ഒരു 99% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്.
21,650 സ്ട്രൈക്കിൽ 3% വർധനവ് മാത്രമാണ് കോൾ സൈഡിലുള്ളത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 151% വർധനവ് കാണാം. ലോങ് ബിൽഡപ്പാണ് ഉള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാൻ. മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയി തന്നെ ആ സ്ട്രൈക്കുകളിൽ നിൽക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,360 0.25% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 47,000 എന്ന ക്രൂഷ്യൽ സപ്പോർട്ടിന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് എന്നത് വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇന്നലെ ലോവർ ലെവലിൽ, അതായത് 46,900 മുതൽ 47,000 വരെയുള്ള ലെവലുകളിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടത്. അപ്സൈഡിൽ 47,500 ഒരു ക്രൂഷ്യൽ ലെവലാവാനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 47,000 ഒരു ക്രൂഷ്യൽ ലെവലാവാനുള്ള സാധ്യതയുമുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 47,400 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 അതിനുശേഷം 47,300 പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,300 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 47,200 അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 47,400 മുതൽ 47,500 വരെ അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസിലുള്ള സാധ്യതയാണ്. ഡൗൺ സൈഡിൽ 47,200 മുതൽ 47,300 വരെ ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുമായിട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചു തരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റുകളെ മുൻപോട്ട് കൊണ്ടുപോവുക ഇന്ന് മുതൽ ആരംഭിക്കുന്ന റിസൾട്ടുകൾ തന്നെയാണ്. ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട് TCS, ഇൻഫോസിസ്, HDFC, AMC എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ്. ഇന്ത്യ വിക്സ് വീണ്ടും ഇടിയുകയുണ്ടായി. 12.97 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ഉള്ളത്. 2.21% ഇടിഞ്ഞത്. ഇത് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഫോളോ ആവുന്നത്. ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേയായി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യം ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ മൊത്തം ബിസിനസ്സിൽ നിന്ന് 9.9% വളർച്ച രേഖപ്പെടുത്തി. 12.76 കോടി രൂപയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിക്ഷേപം 8.66% വർദ്ധിച്ച് 7.10 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുന്നു. അടുത്തത് ഏഞ്ചൽ വൺ. ഡയറക്ടർ ബോർഡ് സ്വകാര്യ പ്ലേസ്മെന്റ് അടിസ്ഥാനത്തിൽ നോൺ കൺവേർട്ടബിൾ സെക്യൂരിറ്റികൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഫണ്ട് സ്വരൂപിക്കാൻ ജനുവരി 15 ബോർഡ് യോഗം ചേരും എന്നൊരു വാർത്ത. അടുത്തത് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി. GST വകുപ്പിൽ നിന്ന് 23.79 ബില്യൺ നികുതി ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഇന്ത്യയിലെ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് നൽകുന്ന വലിയ GST ഡിമാൻഡ് നോട്ടീസാണിത്. അടുത്തത് ആക്സിസ് കേറ്റ് ടെക്നോളജീസ്. ഇന്ത്യയിലെ മുൻനിര എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയായ ആക്സിസ് കേറ്റ്സ് ടെക്നോളജീസ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി 500 കോടി രൂപ വരെ സമാഹരിക്കുന്നു. QIPയുടെ ഓഹരി ഒന്നിന് 696.70 രൂപയാണ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്തത് CESC ലിമിറ്റഡ്. ഉത്തർപ്രദേശിലെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ നിന്ന് CESC ലിമിറ്റഡിന് ഒരു ഉത്തരവ് ലഭിച്ചു. 5 വർഷത്തേക്ക് പ്രതിവർഷം 95 മെഗാവാട്ട് റിന്യൂവബിൾ വൈദ്യുതി സംഭരിക്കുന്നതിനുള്ള പവർ പർച്ചേസ് അഗ്രിമെന്റ് ആണ് കമ്പനിക്ക് ലഭിച്ചത്. അടുത്തത് Q3 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായി റാലീസ് ഇന്ത്യയുടെ ബോർഡ് യോഗം ചേരുന്നത് ജനുവരി 23 അടുത്തത് അലോക് ഇൻഡസ്ട്രീസിന്റെ ബോർഡ് യോഗം ജനുവരി 17 Q3 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായിട്ട് ചേരുന്നുണ്ട്. ഹഡ്സൺ അഗ്രോ പ്രൊഡക്ട്സ് ജനുവരി 18 ബോർഡ് യോഗം ചേരും. ടെക് മഹീന്ദ്ര ജനുവരി 24 Q3 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായിട്ട് ബോർഡ് യോഗം ചേരും. ഇന്ന് F&O സെഗ്മെന്റിൽ പുതിയതായി ആഡ് ചെയ്ത F&O ബാനായ സ്റ്റോക്കുകൾ ഇൻഡസ് ടവേഴ്സ്, PVR ഇനാക്സ്, സി എൻ്റർടൈൻമെൻറ്റ് എന്നീ സ്റ്റോക്കുകളും മറ്റ് സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, എസ്കോട്ട്സ് കുബോട്ട, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ എനർജി എക്സ്ചേഞ്ച്, ഇന്ത്യ സിമൻറ്റ്, നാഷണൽ അലുമിനിയം, പിരാമൽ എൻ്റർപ്രൈസസ്, സെയിൽ എന്നീ കമ്പനികളാണ്. ഡെൽറ്റ കോർപ്പും GNFCയും ഈ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആരും ആ ലൈവ് സെഷൻ മിസ്സാക്കാതിരിക്കുക. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ സ്റ്റോക്കുകളിൽ എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കണം എന്നൊക്കെയുള്ള എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മളവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളുടെയും F&O സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് അനാലിസിസിലേക്കാണ് കടക്കുന്നത്. ഇൻട്രാഡേയിൽ തന്നെ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന 4 സ്റ്റോക്കുകളുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഇന്നലെ ഇൻട്രാഡേയിൽ ആദ്യം തന്ന ഇൻഫിബീം 24.8 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്കിൽ 25.55 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 3% മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചു. അടുത്തത് യെസ് ബാങ്ക് 24.8 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്ക് 25.65 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 3.4% സ്റ്റോക്ക് അപ്സൈഡ് വന്നത്.
നല്ല പ്രോഫിറ്റാണ് യെസ് ബാങ്കിൽ ലഭിച്ചത്. അടുത്തത് NLC ഇന്ത്യ 225 എന്ന നിലയിൽ എൻട്രി എടുത്തു. 231 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 2.6% പ്രോഫിറ്റായി ഇൻട്രാഡേയിൽ നമുക്ക് ലഭിച്ചത്. അടുത്തത് TII ഇന്ത്യ 3855 എൻട്രി എടുത്ത് 3957 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 2.6% സ്റ്റോക്ക് ഇന്നലെ ഇൻട്രാഡേയിൽ മാത്രം അപ്പായി. ഈ 4 സ്റ്റോക്കുകളും ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളാണ്. മറ്റൊരു കാര്യം TII ഇന്ത്യയെക്കുറിച്ച് പറയാനുള്ളത്, ഡിസംബർ 4 ഈ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞിരുന്നു. 3607 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 3957 ഏകദേശം 10% മുകളിൽ പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസ് ആണ്. 3030 എന്ന നിലയിൽ എൻട്രി എടുത്ത് ജനുവരി 9 എൻട്രി എടുക്കുന്നത്. 3112 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 2.7% സ്റ്റോക്കിൽ പ്രോഫിറ്റായി നമുക്ക് ലഭിച്ചത്. അടുത്തത് F&O സെഗ്മെൻറ്റിലേക്കാണ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ജനുവരി 9 ട്രേഡ് എടുത്തിരുന്നു. ആ അപ്ഡേറ്റിലേക്കാണ് ആദ്യം പോകുന്നത്. നിഫ്റ്റി 21,600 PE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 21,562. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 21,508 ആയിരുന്നു. നമുക്ക് ഇന്നലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ ലഭിച്ചത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എടുക്കാം. 47,500 PE ആയിരുന്നു നമ്മൾ എൻട്രി എടുത്തത്. എൻട്രി എടുക്കുന്ന ലെവൽ 47,312. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 47,025 ആയിരുന്നു. രണ്ടിലും നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് വേദാന്ത 260 PE ആയിരുന്നു. ജനുവരി 8 നമ്മൾ പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 7 എന്ന നിലയിലായിരുന്നു. 11.5 വരെ ഇന്നലെ അപ്പായി. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 8.80 ആയിരുന്നു. നല്ല പ്രോഫിറ്റാണ് വേദാന്തയിൽ ലഭിച്ചത്. അടുത്തത് DLF 790 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 791.4 എന്ന നിലയിൽ. സ്റ്റോക്ക് 800 വരെ അപ്പായി. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റാണ് DLFൽ ലഭിച്ചത്. ഇതുകൂടാതെ ഹോൾഡിങ്ങിലുള്ള മറ്റൊരു സ്റ്റോക്ക് കൂടി പറയാം. അദാനി എൻ്റർപ്രൈസസ് 3100 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 3101. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ അപ്ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 1721 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ബൈയിങ്ങിലേക്ക് തിരിച്ചു വന്നു. 2080 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്ത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെറിയ ബൈയിങ് മാത്രമാണ് DISന്റെ ഭാഗത്തു നിന്നും കണ്ടത്. US മാർക്കറ്റിലേക്ക് US മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.44% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.58% നേട്ടത്തിലും, S&P 500 0.47% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി നിക്ഷേപകരുടെ ശ്രദ്ധ ഇന്ന് വരാനിരിക്കുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് റിപ്പോർട്ടിലേക്കാണ്. CPI ഇൻഫ്ലേഷൻ ഡിസംബർ മാസം 0.2% അല്ലെങ്കിൽ വർഷാവർഷം 3.2% ഉയരുമെന്നാണ് ഡൗ ജോൺസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്ക് പ്രസിഡന്റ് ജോൺ വില്യംസ് ബുധനാഴ്ച പറഞ്ഞത്, പണപ്പെരുപ്പം അതിൻ്റെ 2% ലക്ഷ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സെൻട്രൽ ബാങ്കിന് ഇനിയും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ US നിന്ന് വന്നത്, US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SEC US ലിസ്റ്റ് ചെയ്യുന്ന ആദ്യ ബിറ്റ്കോയിൻ ETF ആയി അതിന് അംഗീകാരം നൽകി എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ബ്ലാക്ക് റോക്ക്, REC ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിഡിലിറ്റി തുടങ്ങിയ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള 11 അപേക്ഷകളാണ് അംഗീകരിച്ചിരിക്കുന്നത്. ബിറ്റ്കോയിൻ ഇന്നലെ 1.5% ഉയരുകയുണ്ടായി. ഇനി ഇന്ന് US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിലേക്ക് വന്നാൽ ഇൻഫോസിസ് 0.82% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. വിപ്രോ പക്ഷേ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്, 0.37%. ബാങ്കിങ് സൈഡെല്ലാം പോസിറ്റീവിൽ തന്നെയായിരുന്നു. ICICI ബാങ്ക് 1.87%, HDFC ബാങ്ക് 0.82%. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.07% ഉയർന്നാണുള്ളത്. S&P 500 0.09%, നാസ്ഡാക്ക് 0.18%, റസൽ 2000 0.24% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവിലായിരുന്നു ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്ത്. FTSE 0.42% ഇടിഞ്ഞു. CAC 0.01% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. ഡാക്സ് 0.01% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. സ്റ്റോക്ക് 600 0.17% ഇടിഞ്ഞത്. മൈനിങ് സ്റ്റോക്കുകൾ 1% നേട്ടമുണ്ടാക്കിയപ്പോൾ മീഡിയ സ്റ്റോക്കുകൾ 0.75% ഉയർന്നതാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.01% നേട്ടത്തിലും, CAC 0.09% ഉയർന്നും, FTSE 0.10% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നും വലിയ റാലിയിലേക്ക് പോയത് ജപ്പാൻ മാർക്കറ്റായ നിക്കി തന്നെയാണ്. 35,000 എന്ന മാർക്ക് കൂടി ടച്ച് ചെയ്തിരിക്കുന്നു.
കൂടാതെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ബാങ്ക് ഓഫ് കൊറിയയിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.42% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.28% ഉയർന്നുമാണ് ഇപ്പോൾ ഉള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,710 എന്ന നിലയിലാണ്. ഒരു 10 പോയിന്റ്സിന്റെ അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മാർക്കറ്റ് ഇന്നൊരു മ്യൂട്ടഡ് അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനൊക്കെ സാധ്യതയുണ്ട്. ഓയിൽ പ്രൈസുകൾ. US ക്രൂഡ് സ്റ്റോക്കിൽ അപ്രതീക്ഷിതമായ കുതിച്ചുചാട്ടത്തെ തുടർന്ന് ഓയിൽ പ്രൈസുകൾ ഇന്നലെ 1% ഇടിയുകയുണ്ടായി. ബ്രന്റ് ക്രൂഡ് ഉള്ളത് $77.06 പെർ ബാരൽ എന്ന നിലയിൽ 0.35% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ക്രൂഡ് ഉള്ളത് $71.62 പെർ ബാരൽ എന്ന നിലയിൽ 0.35% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ആരും ഇതൊന്നും ഒരു റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. നിങ്ങൾ പഠിച്ച് മാത്രം ട്രേഡ് എടുക്കുക. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.